ഇന്ന് നവംബർ 8. ഇത്രയും മനോഹരമായ ഭൂമിയിൽ പിറന്നു വീഴാൻ എനിക്ക് അവസരം തന്ന ദിവസം. എന്റെ പിറന്നാൾ ദിനം. ഇങ്ങനൊരു ദിവസം എനിക്ക് തന്ന സർവശക്തനായ ദൈവത്തിനും എന്റെ അമ്മയ്ക്കും അച്ഛനും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് കൈകൾ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ജനിച്ച വർഷം പറഞ്ഞാൽ എന്റെ വയസ്സ് നിങ്ങൾ കണക്കൂട്ടുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ആ സാഹസത്തിന് ഞാൻ മെനക്കെടുന്നില്ല. തൽക്കാലം അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. പ്രായം ഇത്തിരി കൂടിയത് കൊണ്ട് ഇത്തവണത്തെ ബർത്ത്ഡേ കളർഫുൾ ആക്കാമെന്ന് കരുതി. അതിനായി ഞങ്ങൾ തെരഞ്ഞെടുത്തത് അതിമനോഹരമായതും ഞങ്ങളുടെ അയൽവാസി ജില്ലയുമായ വയനാടിനെയാണ്. നിങ്ങൾ എപ്പോൾ ടൂർ പോകുകയാണെങ്കിലും വയനാട്ടിലേക്കാണല്ലോ എന്ന നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും ചോദ്യങ്ങൾക്ക് തൽക്കാലം ചിരി നൽകിക്കൊണ്ട് ഞങ്ങൾ നേരെ വണ്ടി വിട്ടത് വയനാട്ടിലേക്കാണ്. ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി രാവിലെ 8 മണിക്ക് തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ടൂർ പോകുന്നത് കൊണ്ട് തന്നെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ റെഡി ആയതിനാൽ യാത്ര പുറപ്പെടാൻ താമസിച്ചിട്ടില്ല. കുറ്റ്യാടി ചുരം വഴി പോയവർക്കറിയാം എന്ത് മനോഹരമായ യാത്രയായിരിക്കും ഇതെന്ന്. ചുറ്റിലും പച്ചപ്പ് കാണുമ്പോൾ തന്നെ മനസ്സങ്ങോട്ട് നിറയും. കാർ ഓടിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടും ഡ്രൈവർമാര് 3 ഉള്ളതുകൊണ്ടും കാറ് ഞങ്ങൾ മാറി മാറി അങ്ങോട്ട് ഓടിച്ചു. എനിക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് പുറകിലിരിക്കുന്നവർക്ക് ഇത്തിരി പേടിയുണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും കാര്യത്തിലെടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. കുറ്റ്യാടി ചുരത്തിലൂടെ പോകുന്നവർ ഫോട്ടോ എടുക്കാനായി ഇറങ്ങുന്ന സ്ഥലമാണിത്. എന്തോ ഒരു പേര് ഈ സ്ഥലത്തിന് പറയും, പക്ഷെ അത് എത്ര ആലോചിച്ചിട്ടും ആ പേര് മനസ്സിലേക്ക് അങ്ങ് വരുന്നില്ല. ഇതുവഴി പോകുന്നവരെല്ലാം ഫോട്ടോ എടുക്കാനായി വണ്ടി സൈഡാക്കുന്നത് കാണാം. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസ് അങ്ങോട്ട് എടുത്തു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരാണ് കേട്ടോ. ഞാനും എന്റെ കെട്ടിയോനും പിന്നെ മോട്ടോസും പിന്നെ എന്റെ നേരെ ഇളയ അനിയത്തിയും അവളുടെ ചുണ്ടാപ്പിയും പിന്നെ അതിലും ഇളയവനായ അനിയനും അവന്റെ പൊണ്ടാട്ടി അനുക്കുട്ടിയും. അനിയത്തിയുടെ കെട്ടിയോൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അവന് ഞങ്ങൾക്കൊപ്പം വരാൻ കഴിഞ്ഞില്ല. പക്ഷെ അവനെ ഈ യാത്രയിലുടനീളം ഞങ്ങൾ മിസ് ചെയ്തു. പക്ഷെ ഓരോ സെക്കൻഡും ഞങ്ങൾ അടിച്ചു പൊളിച്ചിരുന്നു കേട്ടോ. അങ്ങനെ കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള സ്നാക്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ കാറിൽ കയറി ഞങ്ങളുടെ റിസോർട്ടിലെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. 2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം റിസോർട്ടിലെത്തി. ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ കാറും ഒരു ട്രാവലറും മാത്രം. ഇനിയിപ്പോൾ ഇവിടെ കൊള്ളാത്തത് കൊണ്ടാണോ ആളുകൾ ഇവിടം ചൂസ് ചെയ്യാതിരിക്കുന്നതെന്ന ഞങ്ങളുടെ സംശയങ്ങൾക്ക് വൈകിട്ടായപ്പോഴേക്കും ബെസ്റ്റ് ഉത്തരം കിട്ടി. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. 4 ചിക്കൻ ബിരിയാണി കാടയാണ് ഓർഡർ ചെയ്തത്. നല്ല റൂമിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത് ഫുഡ് ഓർഡർ ചെയ്തതാണ്. കാരണം വിശപ്പ് അങ്ങേയറ്റം എത്തിയിരുന്നു. വിശന്നു കഴിഞ്ഞാൽ ചുറ്റിലുമുള്ള ഒന്നും കാണില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. മോട്ടോസ് കാർട്ടൂൺ കാണുന്നുണ്ട്. നമ്മള് സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ്. ഇവിടെ നല്ല സ്വിമ്മിംഗ് പൂളുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്താ റഷ് ആവും. അപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. ഇതാണ് സ്വിമ്മിംഗ് പൂള്. നല്ലുണ്ട്. സുട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. പ്രശസ്ത നീന്തൽത്താരം മിസ്റ്റർ ജിനേഷ്. അതാ മോട്ടു. ഞാനും ഇവരെ നീന്തുന്ന നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കും. സുട്ടുള്ളതുകൊണ്ട് എനിക്കതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്തായാലും പൊളി വ്യൂസാണ്. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല പൊളിയാണ് ഗൈസ്. 32 കോട്ടേജസ് ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ട്. വൈത്തിരി റിസോർട്ടാണ്. ഇപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല റഷായി. നല്ല ഫാമിലീസൊക്കെ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പൂൾ എന്തായാലും അറിയും. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ വന്ന്
സ്കൂളിലേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഈ ബോളൊക്കെ ഞങ്ങൾ നേരത്തെ കൊണ്ടുവന്നാണ്. 1 2 2 2 3 Bye. മോട്ട് വേണ്ട, ഒരു പടിയില്ലാത്ത മോട്ടു. ഇങ്ങനെ ഇറങ്ങിയ നല്ല വെള്ളമാണേ. മോട്ടു മോട്ട് വേണ്ട. ക്രൗഡാണ് പുറത്ത്. കുറേ ഫാമിലിയൊക്കെ ഉണ്ട്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും. കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കിട്ടി മുറിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും. ഈ ടൂറിൽ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി അത് മോട്ടൂസ് തന്നെയായിരിക്കും. കാരണം അവന്റെ ഓരോ സെക്കൻഡും അവൻ കളർഫുൾ ആക്കുന്നുണ്ട്. ഒരു മിനിറ്റ് പോലും ഒന്ന് വെറുതെ അങ്ങ് ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഏട്ടന്റെ കളികളൊക്കെ വാച്ച് ചെയ്ത് സുട്ടൂസും എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം ഡാൻസ് പ്രാക്ടീസ് ആവാല്ലേ. അങ്ങനെ ഞങ്ങൾ റീൽസിന് വേണ്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പക്ഷെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് സോങ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മള് കേക്കൊക്കെ മുറിച്ച് നമ്മളിനി ഫയർ ഡാൻസിനേക്ക് വേണ്ടി പോവാണ് അങ്ങോട്ടേക്ക്. എന്താണ് അവിടെ എന്താണെന്ന് അറിയില്ല, DJ പാർട്ടി. അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാൻ ചിലപ്പോൾ കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് പാട്ട് സോങ് കേൾക്കാൻ സാധ്യതയില്ല. എന്നാലും ഞങ്ങള് അടിച്ച് പൊളിക്കാൻ പോവാണ്. എന്തായാലും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. പോയി വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാം. അപ്പൊ ഞങ്ങള് DJ പാർട്ടിക്ക് പോവാണ് ഗൈസ്. വലിയ ആവേശത്തിൽ DJ പാർട്ടിക്ക് ഇറങ്ങിയ ഞങ്ങൾ റിസോർട്ടിന് മുൻവശം എത്തിയപ്പോഴേക്കും ആകെ നിരാശരായി. വരുമ്പോൾ കാലിയായിരുന്ന ഇവിടം രാത്രി ആയപ്പോഴേക്കും ആളുകളെ കൊണ്ടങ്ങ് തിങ്ങി നിറഞ്ഞു. പാട്ട് വെച്ച് തുള്ളാമെന്ന ഞങ്ങളുടെ ആഗ്രഹം നടന്നില്ലെങ്കിലും ഇവിടെയുള്ള ഊഞ്ഞാലുകളിൽ തൽക്കാലം അഭയം തേടി ഞങ്ങൾ അതൊന്ന് ആഘോഷമാക്കി. Okay. സുന്ദര എന്താണ്
ഗൈസ്, അപ്പം നമ്മൾ ഇവിടുത്തെ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങുവാണ്. ചെക്കൗട്ട് ചെയ്യാൻ സമയമായിട്ടില്ല, 12 മണിയാണ് ചെക്കൗട്ടിങ്. പക്ഷെ ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിൽ കറങ്ങാനുള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ചെക്കൗട്ട് ചെയ്ത് പോവാണ്. റൂമൊന്നും കുഴപ്പമില്ല, വലിയ ബജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ബാത്റൂമൊക്കെ ചെറിയ ബാത്റൂമാണ്. ഗൈസ്, ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. വണ്ടി എടുക്കണമെങ്കിൽ ഈ വണ്ടി, ഞങ്ങളെ കാർ എടുക്കണമെങ്കിൽ ഈ വണ്ടികൾ ഏതെങ്കിലും ഒന്ന് നീക്കണം. തൊള്ളായിരം ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോകുന്ന പോക്കാണിത് കേട്ടോ. എന്റെ ഈശ്വര, ഓഫ് റോഡിലൂടെയുള്ള ആദ്യ യാത്രയാണ് ഞങ്ങളുടേത്. ഇവിടെയുള്ള ഡ്രൈവർമാരെയൊക്കെ സമ്മതിക്കണം, കാരണം കുലുങ്ങി ആകെ ഒരു പരുവത്തിലായിരുന്നു ഞങ്ങൾ. എങ്കിലും ഈ യാത്ര ഏറെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ വഴി വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും 900 ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകണം കേട്ടോ. കാരണം ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഈ ഓഫ് റോഡ് യാത്രയുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര യാത്രയാണ്. താഴോട്ട് നോക്കുമ്പോ പേടിയാവുന്നു. താഴോട്ട് നോക്കാതെ മൊത്തത്തിൽ കാണുന്നത് താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് തല ചുറ്റുന്നുണ്ട്. പോസിയാണ് ഗൈസ്, കണ്ട പോസി കണ്ട. ആ അതന്നെ പോകുന്നുണ്ട്. ചുറ്റാപ്പി താഴോട്ട് നോക്കിട്ട് കണ്ട വീട്ടിലാറ്റ പോകാനോട്ടാ പോകുന്നത്. ആ പോട്ടെ റൈറ്റ് നോക്കുന്നത്, അത് പൊളിക്കാൻ പറ്റുമോ? ഇവിടെ എത്തുന്നവർക്കെല്ലാം ഫോട്ടോ എടുത്തു തരാൻ ആളുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചത്ര വലിയ ക്ലാരിറ്റിയിലും നമ്മൾ വിചാരിച്ചത്ര പോസിലൊന്നും കാര്യങ്ങൾ കിട്ടൂല. ഇവിടെ കാണാൻ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ എത്തുന്ന ഓഫ് റോഡിനും ജീപ്പിന് നല്ല റേറ്റ് ഉണ്ട്. അവിടെ ഒരാൾക്ക് 250 തോന്നുന്നു എൻട്രി ഫീ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം തിരിച്ച് ഓഫ് റോഡ് വഴി താഴേക്ക് ഇറങ്ങുവാണ്. സുട്ടൂസിന് നല്ല പേടി ഉണ്ടായിരുന്നു. മോട്ടൂസിനെ പേടിയില്ലാത്തതുകൊണ്ട് വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവന് ഓരോ നിമിഷം അങ്ങനെ ആഘോഷിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ജീപ്പുണ്ട് കേട്ടോ ഓഫ് റോഡായിട്ട് മുകളിലോട്ടേക്ക് പോകുന്നത്. പക്ഷെ ഇതൊരു ഭംഗി തന്നെയാണ്. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം തളർന്നു പോകും. പക്ഷെ ഒരു രസമാണ് ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങുമ്പോഴും അവിടുന്ന് ഒരുപാട് വണ്ടികൾ പിന്നെ മേലോട്ടേക്ക് കയറി പോകുന്നുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങളുടെ വയനാട് യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ വീഡിയോസ് ഇനിയും നിങ്ങൾ കാണണം. ഇത്ര നേരം ഞങ്ങളെ വീഡിയോസ് കണ്ട് സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളും ഞങ്ങളെ വീഡിയോസ് കാണണം, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ താങ്ക് യു സോ മച്ച്.